ഹായ് എവരിവൺ, ഞാൻ അനുപ്രിയ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് ജേർണി വീഡിയോ ചെയ്യോ, നീറ്റ് പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കുറേ ആളുകൾ എനിക്ക് കമൻറ്റിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ നീറ്റ് ജേർണി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയിലൂടെ ആരതൊക്കെ കാണുക, അല്ലെങ്കിൽ എന്ത് മോട്ടിവേഷൻ എലമെൻ്റ് ആണ് അതൊന്ന് കിട്ടുക എന്ന് കുറേ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ നീറ്റ് PG പ്രിപ്പറേഷൻ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. കുറേ ഡോക്ടേഴ്സ് അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ MBBS കാലയളവിൽ തന്നെ പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർ ഡ്രീം ബ്രാഞ്ച് ചൂസ് ചെയ്തതും കാര്യങ്ങളൊക്കെ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത്, ഓക്കെ, ഞാൻ എൻ്റെ നീറ്റ് ജേർണി ചെയ്യുന്നതിലൂടെ ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ ഇന്ന് വല്ല മോട്ടിവേഷനും കിട്ടിയാലോ, അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ നീറ്റ് ജേർണി അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കുറേ സാക്രിഫൈസും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ സാക്രിഫൈസ് വീടുമായിട്ടുള്ള കണക്ഷൻ കുറച്ചു എന്നുള്ളതാണ്. ഞാൻ 6ാം ക്ലാസ് വരെ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. 6th മുതൽ ഞാനൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ജവഹർ നവോദയ വിദ്യാലയം മലപ്പുറത്താണ് പഠിക്കുന്നത്. അന്ന് മുതൽ പെട്ടിയും കിടക്കി എടുത്തിട്ടുള്ള ഓട്ടാണ്. ഇതുവരെ എനിക്ക് എവിടെ ഇറക്കി വയ്ക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വർഷം ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്തു. ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു റിപ്പീറ്റ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ 2 ചേച്ചിമാർ, ഒരാൾ BAMS, ഒരാൾ BHMS ആണ്. അപ്പോൾ വീട്ടിലൊരു MBBS ഡോക്ടർ കൂടി വേണമെന്ന് പണ്ട് മുതലേ ഇങ്ങനെ ആളുകൾ പറഞ്ഞിട്ടാണോന്ന് അറിയില്ല, എൻ്റെ തലയിൽ പ്രോസസ്ഡ് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമല്ലോ, എന്താവണം വലുതാവുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു ഡോക്ടർ ആവണമെന്ന്. അങ്ങനെ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പണ്ട് മുതൽ എൻ്റെ ബ്രെയിനിൽ അത് അങ്ങനെ കിടക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് വരുന്നതും നീറ്റ് എക്സാം എഴുതണം എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നതും. ഞാൻ 12th പഠിക്കുമ്പോൾ കോവിഡ് വരുന്നത്. അങ്ങനെ ഒരു വർഷം മൊത്തം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു 3 മാസം ഓൺലൈനായിട്ട് നീറ്റ് ക്രാഷ് കോഴ്സ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു 3 മാസത്തിൽ തുടക്കത്തിലൊക്കെ കുറച്ച് ചാപ്റ്റേഴ്സ് തുടങ്ങി വരില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് കുറേ പഠിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ടെസ്റ്റിലൊക്കെ നല്ല മാർക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ അടുത്തൊക്കെ പറയാൻ തുടങ്ങി, അമ്മ എനിക്ക് ഈ 3 മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുമായിരിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫുൾ മാനിഫെസ്റ്റേഷൻസ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുന്നതും അങ്ങനെ ഫ്ലെക്സിൽ വരുന്നതും ഞാനിങ്ങനെ സംസാരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻസ് മാത്രമായി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. വെറും മാനിഫെസ്റ്റേഷൻസ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി ആ ഒരു 3 മാസം. പഠിത്തം വല്ലാണ്ട് നടന്നില്ല. പോകെ ഭയങ്കരമായിട്ട് മാർക്ക് കുറയാൻ തുടങ്ങി, പഠിക്കാൻ തോന്നാതെയായി. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് ചേഞ്ച് ചെയ്തു. എൻ്റെ പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് വീട്ടിലേക്ക് ആയപ്പോൾ എനിക്ക് അത്രയും കാലം ഹോസ്റ്റലിൽ ജീവിച്ച് പഠിച്ച് അങ്ങനെയായിട്ട് പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്കധികം പഠിക്കാൻ പറ്റാതെയായി. അങ്ങനെയൊക്കെ ആയി. ഓൺലൈൻ കാര്യങ്ങളൊന്നും എനിക്ക് തീരെ പറ്റാതെയായി, അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ നിന്നില്ല. ആ ഒരു 3 മാസം എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ പഠിക്കട്ടെ കരുതി. അങ്ങനെ ഞാൻ ഫിസിക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാടുള്ള ഭാഗം. സോ ഫിസിക്സിൽ ഞാൻ നന്നായിട്ട് ബേസ് ഉണ്ടാക്കാൻ നോക്കി. അതാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മൾ ലോവസ്റ്റ് പോയിന്റിൽ കൂടെ ആയിരിക്കും നമ്മൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുറേ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. എന്തെങ്കിലും ഒന്ന് നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കൂടി എനിക്ക് ഫിസിക്സിൻ്റെ ബേസ് ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ ഒരു 3 മാസം പഠിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ BDSനുള്ള അഡ്മിഷനുള്ള മാർക്കൊക്കെ കിട്ടി. പക്ഷെ എനിക്കതല്ലായിരുന്നു എയിം. എനിക്കൊരു MBBS ഡോക്ടർ ആവണം എന്നായിരുന്നു. ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണുണ്ടായത്. അങ്ങനെ ഈ ഒരു വർഷം ഞാൻ നീറ്റിന് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു സമയത്തൊക്കെ ഇനീഷ്യലി എനിക്കൊരു 650+ ഒക്കെ മാർക്ക് വരാൻ തുടങ്ങി ഈ മെഗാ ടെസ്റ്റിലൊക്കെ. പക്ഷേ ഞാൻ അന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഇനീഷ്യലി കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ അല്ലേ പഠിക്കാനുണ്ടാവുള്ളൂ ടെസ്റ്റിനൊക്കെ. അപ്പം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യായിരുന്നു. പുതിയ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യാൻ ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു എൻ്റെ 2ാമത്തെ മിസ്റ്റേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസിനെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പല മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കണം. ഇപ്പം ഞാനൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ ബുക്കിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ എടുത്ത് ചെയ്യുന്നത്. ആ ഒരു സമയത്തൊക്കെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ അതന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. അങ്ങനെ പോകെ എനിക്ക് മാർക്കൊക്കെ കുറയാൻ തുടങ്ങി. കുറച്ച് ഉഴപ്പും കാര്യങ്ങളൊക്കെ മിഡിലൊക്കെ ആപ്പിക്ക് വരാൻ തുടങ്ങി ഈ 1 ഇയർ റിപ്പീറ്റ് കാലത്ത്. അങ്ങനെ ഒരു 500 താഴെ എനിക്കൊരു മെഗാ ടെസ്റ്റിന് മാർക്ക് വന്നു. അന്ന് എനിക്ക് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയി, പേടി കാര്യങ്ങളൊക്കെ ആയി. ഞാൻ ഭയങ്കര കരച്ചിലും തലവേദനയൊക്കെ ആയി. എനിക്കറിയായിരുന്നു പഠിച്ചാലല്ലേ മാർക്ക് കിട്ടുള്ളൂ, ഉഴപ്പിക്കഴിഞ്ഞാൽ എങ്ങനെ മാർക്ക് കിട്ടാം. പക്ഷെ ഞാൻ എന്തിനാ കരഞ്ഞത്? കാരണമുണ്ട്. എനിക്ക് എൻ്റെ ഈ മാർക്സ് എൻ്റെ പാരൻസ് അറിയുമ്പോൾ അവർക്ക് എന്താ തോന്നുക, ആ ഒരു രീതിയായി. അതായിരുന്നു എൻ്റെ 3ാമത്തെ മിസ്റ്റേക്ക്. എൻ്റെ പാരൻസ് ഒരിക്കലും എന്നെ കമ്പൽ ചെയ്തിട്ടില്ല, നീ നീറ്റ് എഴുതണം ഈ MBBSന് ചേരണമെന്നുണ്ടെങ്കിൽ.
അല്ലെങ്കിൽ നീ ഇന്നതാവണം, നീ ഇന്നതാവണം, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പഠിച്ചാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തത്? ആക്ച്വലി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനുവേണ്ടി എത്രയോ സ്ട്രെസ് ആയിട്ടുണ്ട്, കുറേ സമയം അങ്ങനെ പോയിട്ടില്ലേ. സബ്ജക്ട് വൈസ് അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ബയോളജിക്ക് ആണെങ്കിൽ എന്തായാലും NCERT നല്ലോണം ഞാൻ വായിക്കുമായിരുന്നു. എങ്ങനെ പോയാലും ദിവസേന NCERT നല്ലോണം വായിക്കാൻ നോക്കുമായിരുന്നു. പിന്നെ കുറേയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റേ ക്വസ്റ്റ്യൻ ബാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. കുറേ PYQs ചെയ്യായിരുന്നു. ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇതിന് മുമ്പത്തെ 3 മാസം ഞാൻ നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ നീറ്റ് ക്രാഷിന്റെ സമയത്ത് തന്നെ കുറേയൊക്കെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ന്യൂമറിക്കൽസും ആ ഒരു പാർട്ട് തന്നെ റെഡിയാക്കി പോയാൽ മതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കെമിസ്ട്രിന്റെ കാര്യത്തിൽ ഞാൻ നല്ലോണം ഈ NCERT നല്ലോണം വായിക്കുമായിരുന്നു. പിന്നെ കുറേയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ടൈം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ, നമുക്ക് എത്രത്തോളം സമയം പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം സമയം നമ്മൾ പഠിക്കാൻ നോക്കുകയല്ലേ ചെയ്യുക. അങ്ങനെ എൻ്റെ ഒരു കാര്യം എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ എന്തിനാ ഈ 6 മണിക്കൂർ ഉറങ്ങണേ, അതിലൊരു 3 മണിക്കൂർ പഠിച്ചിട്ട് ബാക്കി 3 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ആളായിരുന്നു ഞാൻ. അങ്ങനെ ഒരു 12 മണിക്ക് ഉറങ്ങും, 3 മണിയാകുമ്പോൾ എണീക്കും. 3 മണിക്കൂർ ഉറക്കം മതി, ബാക്കി 3 മണിക്കൂർ 6 മണി വരെയുള്ള സമയം എനിക്ക് ഇരുന്നിട്ട് പഠിക്കാമല്ലോ വിചാരിക്കും. പക്ഷേ ഈ രാവിലത്തെ 3 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റാണ്ട് ഉറങ്ങി എന്തൊക്കെയോ കാണിച്ചു വിട്ടായിരുന്നു. ആ ഒരു 3 മണിക്കൂർ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ എണീക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എപ്പോഴും ഇങ്ങനെ സ്റ്റിക്കി നോട്ടിൽ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ബാത്റൂമിൽ വരെ ഒട്ടിച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ പറ്റുമോ അത്ര രീതിയിൽ നമ്മൾ പഠിക്കാൻ നോക്കില്ലേ. കോച്ചിങ് സെന്ററിൽ എല്ലാ എക്സാംസും ഞാൻ മാക്സിമം എഴുതാൻ നോക്കുമായിരുന്നു. ലീവ് ആവുന്ന ദിവസത്തെ അല്ലാത്തതെല്ലാം ഞാൻ എഴുതുമായിരുന്നു. ചില എക്സാമിന് തീരെ മാർക്ക് ഉണ്ടാവില്ല, തീരെ മാർക്കില്ലാത്ത എന്നാൽ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര സങ്കടം വരില്ലേ. അപ്പം എനിക്ക് എൻ്റെ റൂംമേറ്റ് ഭയങ്കര സപ്പോർട്ടായിരുന്നു, എടുത്തു പറയണം. അങ്ങനത്തെ ഒക്കെ റൂംമേറ്റിനെ കിട്ടുകയെന്ന് പറയുമ്പോൾ ആലോചിച്ചൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ആളുകൾ എങ്ങനത്തെ ടൈപ്പ് മൈൻഡുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികളൊക്കെ ഭയങ്കര കോമ്പറ്റേറ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമല്ലേ. അങ്ങനെ കുറേയൊക്കെ എത്തി, കുറേ പഠിച്ച് ലാസ്റ്റ് 1 മന്ത് എത്തി. ഇനി ഒരു മാസമുള്ളൂ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റുമല്ലോ, നിങ്ങളെല്ലാവരും ഇപ്പോൾ കടന്നു പോണത് ആ ഒരു ടൈമിലൂടെ അല്ലേ. ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എക്സാംസ് എഴുതുന്നുണ്ട്, ചിലതിൽ മാർക്ക് കിട്ടുന്നില്ല, വിചാരിക്കുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമ്പോഴൊക്കെ ഈ ഒരു ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നേ. ഈ ലാസ്റ്റ് 1 മന്തിൽ ഞാൻ കൂടുതലായിട്ടും NCERT മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പുതിയ ടോപ്പിക്സ് ഒന്നും ഞാൻ പഠിക്കുകയില്ല. അത് കേട്ടാൽ ഞാൻ കേൾക്കാത്ത പോലെ അഭിനയിച്ചെടുക്കും. ലൈക്ക് എനിക്ക് ഭയങ്കര പേടിയായി, ഇനിയിപ്പോൾ അത് ഞാൻ പഠിക്കണമല്ലോ. അങ്ങനെയല്ല, ഞാൻ കുറേയൊക്കെ റിവൈസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയായിരുന്നു. എൻ്റെ ഇക്വേഷൻ ബുക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കുക, അതന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിക്സിന് എനിക്കൊരു ഇക്വേഷൻ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ പോയി അവസാനം നീറ്റ് എക്സാം ഡേ വന്നു. നീറ്റ് എക്സാമിന് ഒരാഴ്ച മുന്നേ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി വീട്ടിലേക്ക് പോയിട്ട് പിന്നെ വീട്ടിലായിരുന്നു പഠിത്തം. അങ്ങനെ നീറ്റ് എക്സാമിൻ്റെ ദിവസം വന്നു. രാവിലെ ഞാനും അച്ഛനും കൂടി പുറപ്പെട്ടു. ഫുഡൊക്കെ അമ്മ പാക്ക് ചെയ്ത് തന്ന്. ഞങ്ങൾ രണ്ടാളും പോണ വഴിക്ക് കാറിൽ ഞാൻ കുറേ ഇങ്ങനെ NCERT ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സും കാര്യങ്ങളൊക്കെ നല്ലോണം സെൻറ്റൻസും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക, കുറേ ഡയഗ്രാംസ് നോക്കുക, ഇക്വേഷൻ ബുക്ക് മറിച്ച് നോക്കുക. അങ്ങനെ ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷെ ടെൻഷനില്ലാത്ത പോലെ അഭിനയിക്കണമല്ലോ, അച്ഛനെയൊന്നും നമ്മളെ പേടിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമൊക്കെ എഴുതി തിരിച്ചു വന്നിട്ട് ആരും എൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സാം അങ്ങനെയൊന്നും ചോദിച്ചില്ല. കാരണം ഇതിന് മുന്നേ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആരും ചോദിക്കരുതെന്ന്. അവരങ്ങനെ തന്നെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ട് ആരും എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം, അങ്ങനെയൊന്നും ചോദിച്ചില്ല, ചേച്ചിമാരാണെങ്കിൽ കൂടി. അങ്ങനെ അവരെന്നെ എല്ലാവരും സേഫ് മോഡിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ലാസ്റ്റ്ലി ഇങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ ഓരോ കീകളൊക്കെ ഇറക്കുമല്ലോ, ഞാൻ അതൊന്നും എടുത്ത് നോക്കില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, മാർക്ക് കുറഞ്ഞാലോ അങ്ങനെയുള്ള ടെൻഷനായിട്ടും ഒന്നും ആലോചിക്കാതെ പോണ ഒരു കുറച്ച് കാലമായിരുന്നു. അണ്ടിൽ NTA ഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീ റിലീസ് ചെയ്തത് വരെ. അന്നത്തെ രാത്രി എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് നെഗറ്റീവ് മാർക്ക് വന്നു. അമ്മ എൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സാഡ് ആവണതൊക്കെ കണ്ടു. 2 കൊട്ടൊക്കെ കൊട്ടി അമ്മ പോയി. എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല കേട്ടോ, മാർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് എന്തായി, അഡ്മിഷനൊക്കെ കിട്ടി. എനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഒരു MBBS സീറ്റിന് അഡ്മിഷനും കിട്ടി. ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഈ ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, എന്താ ലൈക്ക് എനിക്ക് ഒരു MBBS സീറ്റ് കിട്ടുന്നതും ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുന്നതും എൻ്റെ ജൂനിയേഴ്സിന് ഞാൻ അഡ്വൈസ് കൊടുക്കുന്നത്, ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക, ഭയങ്കര പ്രൗഡാവുന്നു. പക്ഷെ അതിനേക്കാളും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അഡ്മിഷൻ ഡേൻ്റെ അന്ന് ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ട് കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുത്തപ്പം. അത്രയും നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. To all the NEET aspirants out there, one day all the struggle will turn into your biggest achievement.
this phase is temporary, but your dream is permanent. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.